ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം ഇടിഞ്ഞു വീണു. ആളപായമില്ല. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് നിഗമനം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജെയിൻ രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, എങ്ങനെയാണ് ഇത് ആകെ പൊളിഞ്ഞു വീണത്? എങ്ങനെയാണ്? മഴയൊക്കെ ഉണ്ടായിരുന്നു അതോ നിർമ്മാണത്തിലെ അപാകത എന്ന് പറയുമ്പോൾ ഇത് എത്ര കാലമായി നിർമ്മാണം തുടങ്ങിയതാണ്? അക്ഷയ, പഞ്ചായത്തുമായി സംസാരിക്കുമ്പോൾ 3 വർഷം മുമ്പാണ് ഇതിന് പെർമിറ്റ് കൊടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ കെട്ടിടമാണ് ഒരു വലിയ കെട്ടിടമാണ് എന്ന് പറയാൻ കഴിയില്ല. 5 നിലകളുണ്ടായിരുന്നു. കാരണം ഇതൊരു കുത്തനെ ചെരിഞ്ഞ പ്രദേശമാണ്. അവിടെ നിന്ന് താഴെ നിന്ന് കെട്ടി ദേശീയപാതയോരത്തേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരുന്നത്. ആവശ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ, അതായത് 5 നില കെട്ടിടം പണിയുമ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തി, അതിൻ്റെ ഫൗണ്ടേഷൻ അടക്കം നിർമ്മിച്ചിട്ടില്ല. അതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് സമീപത്ത് ഒരു കെട്ടിടം കാണാം. അതും സമാനമായ രീതിയിൽ 5 നിലകളുള്ള ഒരു കെട്ടിടമാണ്. അതേപോലെ തന്നെ അതിനോട് ചേർന്നാണ് ഇവിടെയും ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയപാതയുമായി മുട്ടിക്കാൻ ഇടയിൽ മണ്ണ് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. ഇന്നലെയും ആ മണ്ണ് ഫില്ല് ചെയ്യുന്ന ജോലികൾ നടന്നിരുന്നു എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ഒരു വലിയ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. കാരണം ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് അതിൻ്റെ താഴത്തും വീടുകളുണ്ട്. അവിടെ കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മേളിലേക്ക് പതിക്കാതിരുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ദുരന്തം. ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് ഈ മൂല ഇങ്ങോട്ട് വരിഞ്ഞുകൊണ്ടാണ് അത് നേരെ പോകാൻ, ഇല്ലെങ്കിൽ നേരെ അങ്ങ് പോകത്തേ ഉള്ളൂ. എന്താണ് ഏട്ടാ ഈ ഫൗണ്ടേഷൻ ഉണ്ട്. ഇതല്ല സംഭവം. അതായത് ഇതിനകത്ത് ഈ റിട്ടേണിംഗ് വാളുകളില്ലേ, ഈ കല്ലുകെട്ടിന് വരുന്ന റിട്ടേണിംഗ് വാളാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ആ ചെയ്തേക്കുന്ന മണ്ണം പോരാ. ഒരു 10 അടിയിലും മണ്ണം വിട്ട് ചെയ്യേണ്ട വർക്ക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇത് 5 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ തന്നെ ഇവർ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഫൗണ്ടേഷൻ ഇടാതെയൊന്നുമില്ല. അങ്ങനെ പറയില്ലേ. ഫൗണ്ടേഷനുണ്ട്, പക്ഷേ ഈ മണ്ണാണ് ഇത്രയും പ്രശ്നം അതിൽ ഉണ്ടായത്. ഇത്രയും ഹൈറ്റിൽ മണ്ണ് വരിക എന്ന് പറയുമ്പോൾ മഴ പെയ്ത് വരുമ്പോൾ ഈ വെള്ളം കെട്ടി ആണ് ഇത് തള്ളിയിരിക്കുന്നത്. സാധാരണ ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇതേപോലെ ഈ ഇളക്കമുള്ള മണ്ണൊക്കെ പണിയുന്ന ഉള്ള സ്ഥലത്ത് പൈലൊക്കെ ചെയ്ത് പൈലുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പില്ലറില്ല, ഈ മൂന്ന് പില്ലർ, ഈ 3 പില്ലറാണെങ്കിൽ 3 പില്ലറിനുള്ളൊരു കോളം എടുത്തിട്ട് നമ്മൾ എറണാകുളത്തൊക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ പോലെ അത് പ്ലിന്തായിട്ട് വാർത്ത കയറിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവർ നല്ല ഇതുണ്ടല്ലോ, നല്ല കനമുള്ള പില്ലറുകളും ബീമുകളും കൊടുത്തേക്കുന്നത്. കമ്പിയാണെങ്കിലും നല്ല കമ്പിയാണ് കൊടുത്തേക്കുന്നത്. ഈ സൈഡ് വാള് കെട്ടിയതാണ് പ്രശ്നം. മണ്ണിന്റെ ബില്ലിംഗ് ആ വിഷയം. മണ്ണ് ബില്ലിംഗ് ആ വിഷയം. അല്ലാതെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മണ്ണിന്റെ തന്നെയാണ്. അത്രം ഇതുകൊണ്ടാണ് ഇത് തള്ളി ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അതാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. അതായത് മണ്ണ് ഫില്ല് ചെയ്ത് കെട്ടിടത്തിൻ്റെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി മണ്ണ് ഫില്ല് ചെയ്തതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. ഈ സമീപത്തുള്ള താഴത്തുള്ള കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ഇത് പതിച്ചിരുന്നതെങ്കിൽ അവിടെ കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. രാത്രിയാണെങ്കിൽ പോലും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിർമ്മാണം നടന്നിരുന്ന കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. ഇതര സംസ്ഥാനക്കാരൊക്കെ ചിലപ്പോഴും ഈ ഇത്തരം നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരു പതിവുണ്ട്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ രാത്രി ആ കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. കാരണം എത്ര നിലയുള്ള കെട്ടിടത്തിനാണ് പെർമിറ്റ് നൽകിയത്, ആ ബിൽഡിംഗ് റൂൾസിൻ്റെ വയലേഷൻസ് ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ രാവിലെ ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം മുമ്പാണ് ഇതിന് ബിൽഡിംഗ് പെർമിറ്റ് നൽകിയത് എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരുടെ ഒരു വിശദീകരണം. അക്ഷയ. ശരി, ജെയിൻ രാജു ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ആയിരിക്കുന്ന ഭൂപ്രകൃതി വരെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ നിന്നാണ് ആ കെട്ടിടം താഴേക്ക് പതിച്ചത്, നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നിരിക്കുന്നത്.